ബാക്കി നമ്മളെ എല്ലാവരും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ലൈനിലുണ്ട്. താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഇപ്പോൾ MLA ഉൾപ്പെടെ ആരോപിക്കുന്ന ഒരു ആരോപണമുണ്ട്. അപകടത്തിന് ശേഷം 4 മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റി, അതിന്റെ മരണകാരണം ഉൾപ്പെടെ വ്യക്തമല്ല എന്നുള്ളൊരു ആരോപണം. ഈ അപകടത്തിന് ശേഷമാണോ എന്തെങ്കിലും സംഭവിച്ചത് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു അവ്യക്തത വ്യക്തമാക്കിയാണ്. എന്താണ് താങ്കൾ പറയാനുള്ളത്? ഈ മരണത്തിൽ യാതൊരുവിധ അവ്യക്തതകളും ഇല്ല. കാരണം ഇതൊന്നും ഈ ഇന്നത്തെ ഇൻസിഡന്റുമായിട്ട് യാതൊരുവിധ ബന്ധമുള്ള കാര്യങ്ങളല്ല. വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് പ്രചരിപ്പിക്കരുത്. ആളുകളിൽ ഒരു പാനിക് സൃഷ്ടിക്കേണ്ട യാതൊരുവിധ കാര്യങ്ങളുമില്ല. ഇത് മോർച്ചറിയിൽ വെച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ നാളത്തേക്ക് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ 2 പേഷ്യന്റ് ബ്രോഡ് ഡെഡ് ആണ്. മറ്റ് 2 പേഷ്യന്റ്, ഒരാൾ ക്യാൻസർ, വേറൊരാള് മറ്റൊരു അസുഖത്തിന് നേരത്തെ കിടന്നിട്ട് 2 പ്രാവശ്യം കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിരുന്നിട്ടുള്ള ആളുമാണ്. അതുകൊണ്ട് ഈ 4 മരണങ്ങളും ഈ ഒരു ഇന്നത്തെ ഇൻസിഡന്റുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. അത് കൂട്ടിക്കുഴക്കേണ്ട ഒരു കാര്യമില്ല. അതിലൊരു കൺഫ്യൂഷനും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൃതദേഹം ഇന്ന് വിട്ടുകൊടുക്കാതെ നാളെ ആ ബന്ധുക്കളുമായിട്ട് വളരെ കൃത്യമായിട്ട് സംസാരിച്ചിട്ട് നാളത്തേക്ക് അതിന്റെ കൺഫ്യൂഷൻ ഇല്ലാതെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, ഈ 4 മരണങ്ങളും ഇന്നത്തെ ഇൻസിഡന്റുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തതാണ്. ഓക്കെ ഡോക്ടർ, ആരോപണം ഉന്നയിക്കുന്നത് വിഷം കഴിച്ച് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ഉണ്ടായിരുന്ന, അതായത് ICUവിലേക്ക് മാറ്റിയിരുന്ന ഒരു പേഷ്യന്റിനെ കുറിച്ചാണ്. അതും ഡെത്ത് കൺഫേം ആയിരുന്നു അല്ലേ? അത് ആ പേഷ്യന്റ് 2 പ്രാവശ്യം ഓൾറെഡി ഹാർട്ട് അറ്റാക്ക്, കാർഡിയാക് അറസ്റ്റ് വന്നിട്ടുള്ള പേഷ്യന്റ് ആണ്. ഓക്കെ, ഈ അപകടം നടക്കുന്ന സമയത്തും ഡെത്ത് കൺഫേം ആയിരുന്നു എന്ന് തന്നെയല്ലേ ഡോക്ടർ മനസ്സിലാക്കേണ്ടത്? അതെ 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 അതെ. ഓക്കെ, ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ, അതായത് 4 പേർ ആ സമയത്ത് മരിച്ചിരുന്നു. അത് അതായത് ഈ അപകടത്തെ തുടർന്ന് ഒരു അത്യാഹിതവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയല്ലേ ഡോക്ടർ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഈ ഒരു നമുക്ക് ഇന്നുണ്ടായിട്ടുള്ള ഇൻസിഡന്റുമായിട്ട് ഈ 4 മരണങ്ങൾക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല. ഓക്കെ ഡോക്ടർ, മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ വളരെ ഗുരുതരാവസ്ഥയിലാണല്ലോ ഈ വെന്റിലേറ്ററിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന രോഗികൾ. അവരെയൊക്കെ ഇപ്പോൾ അവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? അവരെയൊക്കെ നമ്മൾ സേഫ് ആയിട്ട് എല്ലായിടത്തും കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പരിചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ കൺഫ്യൂഷൻസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വേണ്ട സ്ഥലങ്ങളിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ പ്രതികരിച്ചതിന്. ഇപ്പോൾ ഡോക്ടർ തന്നെ ഉറപ്പ് പറയുകയാണ്, ഈ അപകടത്തിന് ശേഷം അത്യാഹിതം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ അത് തെറ്റായ ആരോപണങ്ങളാണ്. ഈ അത്യാഹിതം സംഭവിച്ചിട്ടില്ല ഈ അപകടത്തെ തുടർന്ന് എന്ന് തന്നെയാണ് ആശുപത്രി സൂപ്രണ്ടും ഇപ്പോൾ